നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഛായാവാദി യുഗിക്ക് പ്രമുഖ പത്രികായും ഒരു സമ്പാദക് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിലൊരു 10 പത്രികകൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചാന്താണ്. ചാന്ത് സമ്പാദകർ രാംരഘ് സഹാഗ്ലാലും ചണ്ഡിപ്രസാദ് ഹൃദയേഷു ആണ്. അപ്പോൾ അത് പ്രയാഗിലാണ്. 1920 പ്രകാശൻ വർഷം. അടുത്തത് പ്രഭ ബാലകൃഷ്ണ ശർമ്മ നവീനാണ്. കാൺപൂർ 1921. അടുത്തത് വിശാൽ ഭാരത് ബനാറസി ദാസ് ചതുർവേദി കൽക്കത്ത 1928. അടുത്തത് ഹൻസ് പ്രേംചന്ദ് കാശി 1930. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തത് സമന്വയ് നിരാല ചോദിക്കാറുണ്ട്, കൽക്കത്ത 1922. അടുത്തത് സാഹിത്യ സന്ദേശ് ഗുലാബ് റായ് ആണ്, ആഗ്ര 1937. അടുത്തത് മത്വാല മഹാദേവ് പ്രസാദും നിരാലയുമാണ്. മത്വാല ചോദിക്കാറുണ്ട്, കൽക്കത്തയാണ് 1923. അടുത്തത് കർമ്മവീറാണ്, മാക്കൻലാൽ ചതുർവേദിയാണ്, ജബൽപൂറാണ് 1921. അടുത്തത് ഹിന്ദി നവജീവനാണ്. ഹിന്ദി നവജീവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധിയാണ് സമ്പാദക. അപ്പോൾ അത് ആലോചിക്കുക. നവജവാന്മാരൊക്കെ വരുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മഹാത്മാഗാന്ധി. അഹമ്മദാബാദാണ് 1921. അടുത്തത് ദേശാണ്, രാജേന്ദ്ര പ്രസാദാണ്, പട്നയാണ് 1920. അപ്പോൾ ദേശം രാജ്യം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ദേശ് രാജേന്ദ്ര പ്രസാദ്, പട്ന 1920. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് സമന്വയ ചോദിക്കാറുണ്ട്, മത്വാല ചോദിക്കാറുണ്ട്, കർമ്മവീർ, ഹൻസ്, ചാന്ത്. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ചാന്ത് രാംരഘ് സഹഗ്ലാൽ ചണ്ഡിപ്രസാദ് ഹൃദയേഷ്, പ്രയാഗ് 1921. പ്രഭ ബാലകൃഷ്ണ ശർമ്മ നവീൻ, കാൺപൂർ 1921. അടുത്തത് വിശാൽ ഭാരത് ബനാറസി ദാസ് ചതുർവേദി കൽക്കത്ത 1928. അടുത്തത് ഹൻസ് പ്രേംചന്ദ് കാശി 1930. അടുത്തത് സമന്വയ് നിരാല കൽക്കത്ത 1922. അടുത്തത് സാഹിത്യ സന്ദേശ് ഗുലാബ് റായ് ആഗ്ര 1937. അടുത്തത് മത്വാല മഹാദേവ് പ്രസാദ് മഹാദേവ് പ്രസാദ് നിരാലയും രണ്ടുപേരുണ്ട്, കൽക്കത്ത 1923. അടുത്തത് കർമ്മവീർ മാക്കൻലാൽ ചതുർവേദി ജബൽപൂർ 1921. ഹിന്ദി 1921. അടുത്തത് ഹിന്ദി നവജീവൻ മഹാത്മാഗാന്ധി അഹമ്മദാബാദ് 1921. അടുത്തത് ദേശ് രാജേന്ദ്ര പ്രസാദ് പട്ന 1920. അപ്പോൾ ഇത്രയാണ് ഈ ഏരിയ. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ധന്യവാദ്.